അതായത് ഒരുപാട് സമയം വേണ്ടതാണ്. 1-2 പോയിന്റ് മാത്രം പറയാം. മതം വിട്ടവനെ കൊല്ലേണ്ടതാണ് എന്ന ഒരു തെറ്റായ പ്രസ്താവം, അതിന് മാത്രം ഇപ്പം ഞാൻ മറുപടി പറയുന്നത്. പ്രവാചകന് വഹി അഥവാ ദിവ്യവചനം ലഭിച്ചുകൊണ്ടിരിക്കെ അത് എഴുതുന്ന ആൾ അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇന്നല്ലാഹു സമീഉൻ അലീം എന്ന രീതിയിലുള്ള ഒരു വാക്ക് അത് അദ്ദേഹത്തിന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ അങ്ങ് എഴുതി. അബ്ദുള്ള ബിൻ സലീം എന്ന പേര്. അദ്ദേഹം എഴുതിയപ്പോൾ ഇവനെ പ്രവാചകൻ പറഞ്ഞു അത് തന്നെ എന്ന് പറഞ്ഞു. യുനസ്സലു അലയ്യ കമാ യുനസ്സലു അലൈക്ക്, എനിക്കും ഇതുപോലെ ഇത് ദിവ്യബോധനം കിട്ടുന്നുണ്ട്, താങ്കൾ കിട്ടുന്ന പോലെയാണ്. അയാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയി. പ്രവാചകൻ്റെ മുമ്പിൽ വെച്ച് പ്രവാചകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ദിവ്യബോധനം അത് കംപ്ലീറ്റ് ഇയാൾ സ്വന്തം ചെയ്തപ്പോൾ ഒരു വാചകത്തിൻ്റെ അവസാനത്തെ വാക്ക് അത് അദ്ദേഹം പൂർത്തീകരിച്ചപ്പോൾ എനിക്കും ഇതുപോലെ ദിവ്യബോധനം ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ നബിയല്ല പ്രവാചകനല്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോയി. പിന്നെ ഉസ്മാനിൻ്റെ ബന്ധുവായിരുന്നു അദ്ദേഹം, 3ാമത്തെ ഖലീഫ. അദ്ദേഹത്തിൻ്റെ പിന്നെ കാലത്ത് അദ്ദേഹം തിരിച്ചു വന്നു. ഇയാളെ മതം വിട്ടവനെ കൊല്ലുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉമർ കൊന്നില്ല, എന്തുകൊണ്ട് അബൂബക്കർ കൊന്നില്ല? അപ്പം മതം വിട്ടവനെ കൊല്ലുന്നു എന്നതിനർത്ഥം ദീൻ എന്നതിന് മതം എന്ന് മാത്രമല്ല അർത്ഥം. സ്റ്റേറ്റിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ സ്റ്റേറ്റ് ഒരു രാജ്യത്തിനെതിരായി കൊള്ളുകയാണെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, രാജ്യദ്രോഹികൾക്ക് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ശിക്ഷയില്ലേ? രാജ്യദ്രോഹികൾ പിടിച്ച് ജയിലിടുന്നില്ലേ? പലരും കൊല്ലുന്നില്ലേ? ചൈന കൊല്ലുന്നില്ലേ? പല രാഷ്ട്രങ്ങൾ കൊല്ലുന്നില്ലേ? അതായത് മാക്കാനലി ദീനിൽ മലിക്, ഇവിടെ അറബി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അയാളെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്ന് യൂസുഫ് അഥവാ ജോസഫിൻ്റെ ബ്രദേഴ്സിനെ പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ദീന് എന്ന വാക്കിന് വെറും മതം എന്ന് മാത്രമല്ല അർത്ഥം, സ്റ്റേറ്റ് എന്നതാണ്. സ്റ്റേറ്റിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ കൊല്ലും. ഇത് പാടില്ല, ഇന്നത്തെ രാജ്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആചാര്യ വിവരക്കേടുകൾ പറയുന്നത് എനിക്കെല്ലാം അറിയാം, ഞാനാണിത് പറ്റി ആധികാരികമായി പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ്ട് നിശബ്ദം വെക്കാൻ നോക്കണ്ട. ഹോമിയോപ്പതിക്ക് താങ്കൾക്ക് വിവരമുണ്ട്, അതിന് മുമ്പ് ഞാൻ സാഷ്ട്രം നിയമിക്കുക. ഇസ്ലാമിനെ പറ്റി ഇത്തരത്തിലുള്ള വിവരക്കേട് പറയരുത് ഒരിക്കലും. ഇതാണ് അതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മദ്രസകളെ പറ്റി ഈ പാഠപുസ്തകങ്ങൾ ലഭ്യമാണ്, എല്ലാവർക്കും എടുത്ത് വായിക്കുക. അതിലെവിടെയെങ്കിലും ഒരു വാക്ക് ഈ മദ്രസ പാഠപുസ്തകങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുക. എന്നിട്ട് RSS അവരുടെ ഈ പിന്നെ ശാഖകൾ അവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് എടുത്തു നോക്കുക. മുസ്ലിമിനെ കണ്ടാൽ കഴുത്തിന് വെട്ടണം എന്നതിനകത്തില്ലേ? എന്നോട് ഒരു RSS ഇസ്ലാം അതിനകത്ത് പുറത്ത് വന്നിട്ട് ഒരു നിമിഷം. ഇപ്പോ തൽക്കാലം RSSനെ പ്രതിനിധീകരിച്ച്, സംഘത്തെ പ്രതിനിധീകരിച്ച് ആരും ഇപ്പോൾ ഈ പാനലിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഡൽഹിയിൽ നടന്ന സ്ഫോടനം, അതിന് മുമ്പും അതിനുശേഷവും കണ്ടെത്തിയ വസ്തുതകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈസ് ദെയർ എ വൈറ്റ് കോളർ ടെറർ നെറ്റ്വർക്ക്, ഈസ് ദെയർ എ വൈറ്റ് കോട്ട് ടെറർ നെറ്റ്വർക്ക്? ഈ ചോദ്യം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടുണ്ടാകുന്നു? ഭയക്കണോ ഭാരതം ഭാരതീയർ? ഈ വിഷയത്തിലാണ്. അപ്പോൾ അങ്ങ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ മറുപടി പറയുക. ആരിഫ് ഹുസൈൻ ഒന്നിലധികം തവണ കൈ ഉയർത്തി. ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് പോകുന്നു. ശ്രീ ആരിഫ് ഹുസൈൻ. ഇവിടെ ലാസ്റ്റ് പറഞ്ഞ എടുക്കണം എന്നാണ് ഞാൻ പറയാം. അതായത് RSSന്റെ ശാഖയിൽ പഠിപ്പിക്കുന്നതും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരു കമ്പാരിസൺ വെക്കണം തന്നെയാണ് ഞാൻ പറയാം. ഞാൻ വരാം മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ റിപ്പോർട്ടായിട്ട് ഞാൻ വരാം, എന്നിട്ട് അത് തമ്മിൽ ഒരു മത്സരമാക്കി കളയാം എന്ന് തന്നെയാണ് ഞാൻ പറയാം. അത് ജനം TV അത് ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറയാം. അത് നിങ്ങൾ ദയവായിട്ട് ഏറ്റെടുക്കുക. അതൊന്ന്. 2, ഇവിടെ പറഞ്ഞു അബ്ദുല്ലാഹിബിന് അബി സർഹിന്റെ കഥയൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയൊന്നും അല്ലാന്ന്. എന്റെ പൊന്ന് അബ്ദുല്ലാഖാനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം എന്നെ അല്ലല്ലോ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇത് എന്തിനാ മദ്രസ അധ്യാപനമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഇന്ന് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചേർക്കുന്നത്? നിങ്ങൾ അവരോട് പോയി ചോദിക്കൂ. ഈ 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തിനാണ് ഇന്നത്തെ നാട്ടിൽ ഇവിടുത്തെ കുട്ടികൾ ഇത് പഠിപ്പിക്കുന്നത്? ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം അല്ലല്ലോ, അപ്പൊ പിന്നെ എന്തിനാണ് ഇന്ത്യയിലെ മദ്രസയിൽ ഇത് പഠിപ്പിക്കുന്നത്? നിങ്ങൾ അവിടെയാണ് ചോദിക്കേണ്ടത്. അവിടെ ചോദിക്കാതെ ഇവിടെ വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. 1. 2, ഇവിടെ പറഞ്ഞു ഇയാളെ കൊല്ലാതെ വെറുതെ വിട്ടില്ലെന്ന്. ആ കഥ എന്താ ബാക്കി നിങ്ങൾ പറയാത്തത്? നിങ്ങൾ ബാഹുബലി 1 മാത്രം അങ്ങ് പറഞ്ഞപ്പോൾ ആരും ഇടപെട്ടില്ല. സമാധാനമായി കേൾക്കൂ, അതിനുശേഷം മറുപടി പറയാം. അങ്ങനെയല്ലേ ഒരു ചർച്ച പോകേണ്ടത്. ശ്രീ അബ്ദുള്ള ക്ഷമയോടെ പ്ലീസ്. ശ്രീ ആരിഫ് ഹുസൈൻ. ക്ഷമയോടെ കേൾക്കുക. അപ്പോ ബാഹുബലി 2 നമ്മൾ പറയണം. ഈ അബ്ദുല്ലാഹിബിന് അബി സർഹിന്റെ പേര് ലിസ്റ്റ് വെച്ചു. അതായത് മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി കൊല്ലാൻ ഏൽപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് ഇട്ടപ്പോ ഈ പേര് അത് ഉണ്ടായിരുന്നു. എന്തേ അബ്ദുള്ളാക്ക അത് വിഴുങ്ങിയത്? അതെന്തേ പറയാത്തത്? ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് സൗകര്യമുള്ള ചരിത്രം വളച്ചൊടിച്ച് പറയും. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് സംഘികളുടെ മേലെ ആരോപിക്കുന്നത്? സത്യത്തിൽ ചെയ്യുന്നത് നിങ്ങളാണ് ചരിത്രം വിഴുങ്ങുന്നത്. ഈ അബി സർഹിനെ കൊല്ലണം എന്ന് ഉത്തരവിടുകയും മുഹമ്മദ് നബി കൊടുത്ത ലിസ്റ്റിൽ ഇയാളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ പോയിട്ട് ഉസ്മാന്റെ അടുത്ത് പോയിട്ട് അവിടെ അഭയം പ്രാപിക്കുമ്പോൾ ഉസ്മാൻ വന്നിട്ട് വക്കാലത്ത് പറയുമ്പോൾ
പറയുമ്പോൾ അവിടെ അവസാനം ഗത്യന്തരമില്ലാതെ മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് ഈ അബീ സറീനെ കൊണ്ടുവരുമ്പോൾ അവിടെ വന്നിട്ട് ഇവൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറയാണ് മുഹമ്മദ് നബിയുടെ അടുത്ത്. അപ്പോൾ ആ സമയത്ത് 3 തവണ പറഞ്ഞിട്ട് മുഹമ്മദ് നബി സ്വീകരിക്കാതെ നിൽക്കുന്നു. 3ാമത്തെ തവണയാണ് സ്വീകരിക്കുന്നത്. അവസാനം സ്വീകരിച്ച് മനസ്സോടുകൂടി അയാൾ പോകുമ്പോൾ മുഹമ്മദ് നബി അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അയാളുടെ തല വെട്ടാഞ്ഞെന്ന്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ തല വെട്ടാൻ, ഞാൻ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നിറുക്കി കാണിച്ചുകൂടായിരുന്നു ചോദിച്ചു. മുഹമ്മദ് നബി ചോദിക്കും, ഞാനൊരു പ്രവാചകനല്ലേ, എനിക്ക് ഇങ്ങനെ കണ്ണിറുക്കിയൊക്കെ കാണിക്കാൻ പറ്റുമോ എന്ന മറുപടിയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് വെറുതെ വിട്ടിട്ടില്ല, കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ട്, മുഹമ്മദ് നബിയുടെ ഉള്ളിലുള്ള ദേഷ്യം പിടികിട്ടാതെ പോയതുകൊണ്ട്, ഉള്ളിലുള്ള ഇരിപ്പ് പിടികിട്ടാതെ പോയതുകൊണ്ട് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. മാത്രമല്ല ആ കൊല്ലാത്തതിൽ അയാൾക്ക് വിഷമം ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് എന്നതാണ് ചരിത്രം. ആ ബാഹുബലി 2 കൂടി നിങ്ങൾ പറയണം. അതിനാണ് എക്സ് മുസ്ലിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മൾ പറയും, അതിനുള്ള ആധികാരികത നമുക്കുണ്ട്. അത് പിന്നെ ഹോമിയോ പഠിച്ചാലേ ഇവിടെ ജാക്കിർ നായിക്ക് ഈ വേറെ എന്തോ പഠിച്ചിട്ടാണല്ലോ തീവ്രവാദിയായിട്ട് ആമ മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുന്നത്. എനിക്കും പറയാനുള്ള അവകാശമുണ്ട്. ഹോമിയോ ഡോക്ടർ ആണെങ്കിലും ഞാൻ പറയാമേ മെഡിക്കൽ ഡോക്ടർ, പക്ഷേ ഞാൻ ഇസ്ലാമും പറയും. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാം പറയാൻ മെഡിക്കൽ ഡോക്ടർമാർക്ക് ജാക്കിർ നായിക്കിന് മാത്രമൊന്നുമല്ല അവകാശം, അത് എനിക്കുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് എനിക്ക് അറിയാമെന്ന് തന്നെയാണ് കൂട്ടി, അത് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ചരിത്രം വിഴുങ്ങിയെന്ന് നിങ്ങൾ പറയണം. അപ്പൊ ഇതേപോലെ ഞാൻ ഈ ചരിത്രം നിങ്ങൾ സൗകര്യം പോലെ കേൾക്കുക. നിങ്ങൾ കള്ളത്തരം പറയണൊക്കെ നമ്മൾ കൈയോടെ പിടികൂടേണ്ട പൊന്ന് അബ്ദുൾ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള ഈ തീവ്രവാദ അതിന് കൊടുക്കുന്ന ആ പ്രചോദനം കൊടുക്കുന്ന തരത്തിലുള്ള അധ്യാപനങ്ങൾ മദ്രസയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന വെല്ലുവിളി ജനടി ഏറ്റെടുക്കണം. ഈ RSS പഠിപ്പിക്കുന്നതും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരു മത്സരം നമ്മളിവിടെ വെക്കണം. അതിന് ഇസ്ലാമിലെ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളതുമായിട്ട് ഞാനും വരും, നിങ്ങളും വന്നോ, RSSന്റെ ആൾക്കാരുണ്ടെങ്കിൽ അവരും വരട്ടെ. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒരു മത്സരം, ഒരു ഒളിമ്പിക്സ് തന്നെ നടത്തി കളയുന്ന ഞാൻ പറയുന്നു. അവിടുത്തെ കപ്പും സ്വർണ്ണ മെഡലും എല്ലാ മെഡലും മാൻ ഓഫ് ദ മാച്ചും എല്ലാം ഇസ്ലാം തന്നെ ആയിരിക്കും കൊണ്ടുപോകാന്നാണ് ഞാൻ പറയാ. വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. ഇനി പിന്മാറരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആരും RSS വന്നില്ലെങ്കിലും നിങ്ങൾ വരിക, നമ്മളും വരാം. എന്നിട്ട് ഇതേപോലെ ഒരു വേദിയിൽ ഇരുന്നിട്ട് ഈ ഇസ്ലാമിക വർഗീയത, തീവ്രവാദം ഇത് സംബന്ധിച്ചിട്ടുള്ള ആ അധ്യാപനങ്ങൾ എന്ത് എന്നുള്ളത്, എക്സ് മുസ്ലിങ്ങൾ വേഴ്സസ് മുസ്ലിങ്ങൾ, അങ്ങനെ ഒരു സംവാദത്തിന് സാധ്യത ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാന്നുള്ള ആ വെല്ലുവിളിയാണ് ഞാൻ വെക്കുന്നത്. അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ.